ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ചെയ്യുന്ന ഉടമ്പടി ദൈവം ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത്, ആ സത്യസന്ധമായ ആണെന്നുള്ളത് ദൈവത്തിന് ബോധ്യപ്പെടണം. മനുഷ്യന് നമ്മൾ കോടതിയൊക്കെ ബോധ്യപ്പെടുത്തത്തില്ല. ആൾക്കാർ, വക്കീലന്മാർ കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. പക്ഷേ ആ കേസ് വരുമ്പോൾ ജനങ്ങൾ പറയും കോടതിക്ക് എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതി പറയും ഇവിടെ തെളിവില്ലല്ലോ, തെളിവ് നിങ്ങൾ സംഭവിച്ച ആളെ കൊന്നെന്ന് പറഞ്ഞ സത്യമാണ്, പക്ഷേ തെളിവ് ഹാജരാക്കാൻ വാദിഭാഗത്തിന് പറ്റിയിട്ടില്ലെന്നൊക്കെ പറയും കോടതി. ഇങ്ങനെയുള്ള ഉഡായിപ്പുകളൊന്നും ദൈവത്തിനടുത്ത് പറയാൻ പറ്റത്തില്ല. അതാണ് ഒരു ഏറ്റവും വലിയ അപകടവിധ. നിങ്ങളുടെ ഒരു ഉഡായിപ്പ് പരിപാടികളും ദൈവത്തിനടുത്ത് പറയാൻ പറ്റത്തില്ല. കൂടുതൽ നിങ്ങൾ ദൈവത്തിൻ്റെ സ്ഥിതി മോശമാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ്, വൃത്തിമനമായിട്ട് ഈ ജീവയെ പോലെയും ജോർജിനെ പോലെയും സിബി ജോർജിനെ പോലെയൊക്കെ അതുപോലെ തന്നെ ഏഞ്ചൽ താരയെ പോലെയൊക്കെ ഉടമ്പടി കറക്റ്റായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്ത് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നണം നിങ്ങൾ ദൈവികമായി വളർന്നു വന്ന്, നിങ്ങൾക്ക് തന്നെ തോന്നണം നിങ്ങൾ ആത്മീയമായി ഉയർന്നു വന്ന്. അല്ലാതെ ജോലി കിട്ടിയിട്ട് ഇതെല്ലാം അവസാനിപ്പിച്ച് പഴയപടി പോകാമെന്നും പറഞ്ഞ് സാത്താൻ്റെ മനസ്സുമായിട്ട് നടന്നാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ഒരു ദൈവിക ജീവിത രീതി എന്ന നിലയിൽ സത്യസന്ധമായി ജീവിച്ച് ദൈവത്തെ പ്രത്യേകം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ എന്റെ സാധാരണ ജീവിത രീതി കൊണ്ട് തന്നെ എന്റെ സത്യസന്ധത ദൈവം ബോധ്യപ്പെടുന്ന രീതിയിൽ എന്റെ ജീവിതത്തെ നീ പുനഃക്രമീകരിക്കണമേ.